നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം.എൽ.എ. എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ സർക്കാരിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള വിമർശനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പി.വി. അൻവറിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു CPIM. അൻവറിൻ്റെ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ആ പ്രസ്താവനയിൽ ഉണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളിക്കൊണ്ട് അൻവർ നടത്തിയ പരസ്യ വിമർശനം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം, അതിനിടയിലും അൻവർ പറയുന്നുണ്ടായിരുന്നു പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്ന്. പാർട്ടിയിൽ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായി CPIM പി.വി. അൻവറിനെ തള്ളുന്നു. വിവരങ്ങൾ എന്താണ്? MG പ്രതീഷ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പി.വി. അൻവറിനെതിരെ നടത്തിയ രൂക്ഷ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ CPIM പി.വി. അൻവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തുടർച്ചയായി ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച പാർട്ടിക്കും സർക്കാരിനുമെതിരെ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു അൻവർ എന്നതാണ് CPIMന്റെ പ്രധാനപ്പെട്ട ഈ പരാതി. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഒപ്പം ഈ നിലപാടിൽ നിന്ന് പി.വി. അൻവർ പിന്തിരിയണമെന്നതാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയായി തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. അൻവറിന്റെ നിലപാടുകൾ, സർക്കാരിനും പാർട്ടിക്കുമെതിരായ നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി മാറുന്നു എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. നേരത്തെ തന്നെ പാർട്ടിയിലും ഒപ്പം മുന്നണിയിലും അറിയിക്കേണ്ട കാര്യമാണ് അൻവർ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ CPIM പറയുന്ന കാര്യം. ഇത്തരത്തിൽ അൻവറിന്റെ ഈ സമീപനം ഒരു തരത്തിലും CPIMന് യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒപ്പം പാർലമെന്ററി പാർട്ടി അംഗം കൂടിയാണ് അൻവർ. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നും ഇതിൽ നിന്ന് പിന്തിരിയണമെന്നുമാണ് ഇപ്പോൾ CPIM അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും പൂർണ്ണമായും നേരത്തെ മുഖ്യമന്ത്രി അൻവറിനെ കൈയൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ പാർട്ടിയും CPIM അൻവറിനെ കൈയൊഴിയുന്നു, അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടുകളെ, ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണമായിരുന്നു അൻവറിന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലപാട് പാർട്ടി കൂടി ആവർത്തിക്കുകയാണ്. CPIM മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടുകൾ അതേപടി ആവർത്തിക്കുന്നു. തുടർച്ചയായ ആരോപണങ്ങൾ, അതും ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന തരത്തിൽ ഒന്നും തന്നെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നില്ല. തുടർച്ചയായി ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും ഇത് മറ്റ് പ്രതിപക്ഷത്തിനുൾപ്പെടെ ആയുധമാക്കാനുള്ള ഒരു സാഹചര്യം അൻവർ ഒരുക്കുന്നു എന്നുമാണ് CPIM ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും അതിരൂക്ഷമായ ഒരു പ്രതികരണം തന്നെയാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് പി.വി. അൻവറിന് എതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് കൂടി പാർട്ടി ആവർത്തിക്കുകയാണ്. റീജിത്ത്. MG പ്രതീഷ്, ഇന്നലെ പി.വി. അൻവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു വാദം, അത് ഈ മുഖ്യമന്ത്രിയെ ഈ വിശ്വസ്തർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രി കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രതിപക്ഷവും ഉയർത്തുന്ന വിമർശനം. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടെയുള്ള മറ്റു ചിലരാണ്. അത് ആ പ്രതിപക്ഷം സജീവമായി ഉയർത്തിക്കൊണ്ടിരുന്ന വിമർശനമാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും. ആ വാദത്തിന് അല്ലെങ്കിൽ ആ ആയുധത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനമാണ് ഇന്നലെ പി.വി. അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ CPIM കാണുന്നു. MG പ്രതീഷ്. തീർച്ചയായും. കാരണം ഈ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയാകുമെന്ന ഒരു ബോധ്യം മുഖ്യമന്ത്രിക്കും ഒപ്പം CPIMനും ഉണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രൂക്ഷമായ രീതിയിൽ അൻവറിനെതിരെ പ്രതികരിച്ചത്. ഇപ്പോൾ CPIMന്റെ ഭാഗത്തു നിന്ന് വരുന്ന നിലപാട്, അല്ലെങ്കിൽ CPIMന്റെ വിശദീകരണവും ആ തരത്തിൽ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും തന്നെയാണ് തിരിച്ചടി ആകുന്നത്. അൻവർ ആദ്യ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അൻവറുമായി സംസാരിക്കാൻ ഓഫീസിനോട് നിർദ്ദേശം നൽകിയിരുന്നു എന്നതാണ് വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷവും തുടർച്ചയായി അൻവർ വാർത്താ സമ്മേളനം നടത്തി. മുഖ്യമന്ത്രി ഇന്നലെ 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്താനിരിക്കെ അതിന് തൊട്ട് മുമ്പ് വീണ്ടും പി.വി. അൻവർ വാർത്താ സമ്മേളനം വിളിച്ച ഈ സർക്കാരിനും ഒപ്പം മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പി.വി. അൻവറിന്റെ ഈ നിലപാടുകളെ
അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള സമീപനം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെയും ഒപ്പം പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPM-ഉം കൈവിട്ടതോടെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കടുത്ത നിലപാട് CPM-ഉം സ്വീകരിച്ചതോടെ ഇനി അൻവർ ഇക്കാര്യത്തിൽ എന്താ നടപടി, അല്ലെങ്കിൽ എന്ത് പ്രതികരണമായിരിക്കും അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ അൻവറിന്റെ ആരോപണങ്ങളിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ CPM-ൽ വലിയ തരത്തിലൊരു വിഭാഗീയത രൂപപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അതേ നിലപാട് CPM ആവർത്തിക്കുന്നത്. MG പ്രതീഷ്, ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പുറപ്പെടുവിക്കുന്ന പ്രസ്താവനയിൽ ഉള്ളത്. അതിൻ്റെ രാഷ്ട്രീയ വശത്തെ എങ്ങനെ കാണണം? മറ്റൊന്ന്, ഈ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന വിവാദം, അതിൽ CPI അടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമുക്കറിയാം. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയുന്നുണ്ടായിരുന്നു, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്, പാർട്ടിയും കൈവിട്ടാലോ എന്നുള്ള ചോദ്യത്തിന് അത് അപ്പോൾ നോക്കാം, അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാം എന്നൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് പാർട്ടിക്ക് കൂടി നൽകിയിരുന്ന സന്ദേശമായിരുന്നു. അത് ആ തരത്തിൽ തന്നെ CPIM കാണുന്നുണ്ടോ MG പ്രതീഷ്? തീർച്ചയായും രഞ്ജിത്ത്, കാരണം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് ഈ ഏത് തരത്തിൽ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാകുന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്ന കാര്യം. അതുൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ നിലവിൽ CPM-ഉം ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് കയ്യിൽ ആയുധം കൊടുക്കുന്ന തരത്തിലേക്ക് അൻവർ മാറരുത് എന്നതാണ് ഈ CPIM ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിന്റെ തന്നെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കുന്ന നിലപാടിൽ നിന്ന് PV അൻവർ പിന്മാറണം എന്നതാണ് പ്രധാനമായും CPIM ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ആദ്യം പാർട്ടിയിൽ പറയണമെന്ന നിലപാട് തന്നെയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ നിലപാടുകൾക്ക് വിരുദ്ധമായി PV അൻവർ പ്രവർത്തിച്ചു. ഇതാണ് പ്രധാനമായും മുഖ്യമന്ത്രിയെയും CPM-ലും അതൃപ്തി ഉണ്ടാകാൻ ഇടയാക്കിയ കാര്യം. എന്തായാലും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഈ ADGP MR അജിത് കുമാറിന് പുറമെ മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് കൂടുതൽ അതൃപ്തിക്ക് വഴിവെച്ചത്. കാരണം ഈ പാർട്ടി നിയോഗിച്ച ഒരു വ്യക്തിക്കെതിരെ തന്നെയാണ് PV അൻവർ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കടുത്ത വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.